ഇതിവിടെ ഒരു മാവുണ്ട്, ചന്ദ്രക്കാരൻ എന്ന് പറയുന്നത്. ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാങ്ങയായിരിക്കും, നാടൻ മാങ്ങയെങ്കിൽ. ചന്ദ്രക്കാരൻ എന്നുണ്ട്, ആയിട്ടില്ല, പൂത്തിട്ടില്ല. അത് ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ ഞങ്ങളുടെ നാട്ടുകാർക്ക് അറിയില്ല. അപ്പോൾ ഞാനിതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അറിയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയണ്ട. നല്ല ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ അറിയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി തിരിച്ച് നമ്മുടെ പറമ്പിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതിനുള്ളിൽ കൂടെ നടക്കാം. ഇപ്പം നടക്കുന്ന കൂട്ടത്തിൽ ചില പന്നി, മുള്ളം പന്നി ഇത്യാദി ഇവരുടെ താമസ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് ടാങ്ക് കണ്ടില്ലേ. അതാണ് ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പൊന്തിച്ച് കാണിച്ചത്. ടാങ്ക് അടിപൊളി. അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ. ഇതേ ഈ കാണുന്നത് ഇവിടെയായിരുന്നു എൻ്റെ പഴയ ഒരു പെരണ്ടായിരുന്നു, പഴയ വീട്. അത് പൊളിച്ചിട്ടാണ് അങ്ങോട്ട് മാറിയിട്ട് വേറെ വീട് പണിതു. കാരണം ഇത് ഈ പറമ്പിൻ്റെ ഉള്ള ഒറ്റയ്ക്കാകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വേറെ പുതിയ പെര പണിതു. പഴയ പെരയായിരുന്നു. അപ്പോൾ ആ പെര പൊളിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ നിർത്തി. അതിന് മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് അതങ്ങനെ നിർത്തി. അവിടെ എന്തെങ്കിലും വല്ല സാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം വിചാരിച്ചിട്ട് അതങ്ങനെ നിർത്തി. മുഴുവൻ കാട് പിടിച്ച് കിടക്കായിരുന്നു. ഇപ്പോൾ ഡിസംബർ മാസമായില്ലേ, അപ്പോൾ പറമ്പൊക്കെ വെട്ടി വൃത്തിയാക്കുന്ന പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതായിട്ട് ചുമ്മാ ക്യാമറ ആയിട്ട് ഇറങ്ങിയതാണ് പറമ്പ് കൂടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ പന്നി, കാട്ടുപന്നി, അതുപോലെ തന്നെ മുള്ളം പന്നി, ഇവ സാധനങ്ങളൊക്കെ ജീവിക്കേണ്ടതിൻ്റെ ഉള്ളിൽ. പ്രത്യേകിച്ച് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയാണ്, എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഈ ജീവികളൊന്നും നശിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില ജീവികളുടെ മാളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ വെട്ടി ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലൊരുപാട് മാവും പ്ലാവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മാവൊക്കെ ശരിക്കും പൂക്കണം എന്നുണ്ടെങ്കിൽ ഈ വെയിൽ, അതിൻ്റെ കടക്കിലേക്കൊക്കെ വെയിലൊക്കെ അടിക്കണം. അങ്ങനെ ഇതിന് കറക്റ്റ് പൂക്കൾ വേണം. ഇതെല്ലാം നാടൻ മാവും അങ്ങനെ പഴയ മാവുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറേ മാവുണ്ട്, ഒരു പ്ലാവുണ്ട്. അപ്പോൾ നമുക്കിതിനുള്ളിൽ കൂടെ നടക്കാം. ഇപ്പം നടക്കുന്ന കൂട്ടത്തിൽ ചില പന്നി, മുള്ളം പന്നി ഇത്യാദി ഇവരുടെ താമസ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്കിതിവിടെ ഒരു ഒരെണ്ണമുണ്ട്. ഇത് മുള്ളം പന്നിയുടെ പൊത്താണിത്. മുള്ളം പന്നിയാണെന്ന് തോന്നുന്നു. കാണിച്ചു തരാം. അതിനുള്ളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ ആ പൊത്ത് കാണിച്ചു തരാം. ഇതാ ഈ കാണുന്ന ഇതിൽ കൂടുതൽ പൊത്തുണ്ട്. ഇവിടെയാണ് ഇതിൽ വലിയൊരു പൊത്താണ് അല്ലേ ഈ പൊത്ത്. ഇത് വലിയ മുള്ളം പന്നിയുടെ പൊത്താണ്. മുള്ളം പന്നികൾ സാധാരണ ഇങ്ങനെ പൊത്തുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് കയറിയിരിക്കുക. രാത്രി കഴിഞ്ഞാൽ പുറത്തിറങ്ങും. ഇതിന് വൈകുന്നേരം കഴിഞ്ഞ് ഒരു 6-7 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മുള്ളം പന്നികളെ കാണാം. പന്നി ഉണ്ടാവും, കാട്ടുപന്നി ഉണ്ടാവും. താഴെ നെൽകൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് നിറയെ പന്നിയാണ് പാടത്ത് വന്ന് ആകെ കൃഷിയൊക്കെ കേടുവരുത്തണം എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. ഒന്നും ചെയ്യാനൊരു സംവിധാനമൊന്നുമില്ല ഇത്. സർക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലിറങ്ങണം, അറ്റ്ലീസ്റ്റ് പന്നികളെയൊക്കെ വെടിവെച്ച് കൊന്നിട്ട് ആൾക്കാരോട് തിന്നോളം പറയാം, അങ്ങനെ എന്തെങ്കിലും പറയേണ്ടി വരും. അല്ലാതെ ഇതൊന്നും പോകുമെന്ന് തോന്നണില്ല. നമ്മൾ ബാക്കിയുള്ള ജീവികളെയൊക്കെ തിന്നുന്നുണ്ടല്ലോ, പശുവിനെ, ആടിനെ, പോത്തിനെയൊക്കെ തിന്നുന്നുണ്ട്. ഈ പന്നിയും പിടിച്ച് തിന്നോട്ടെ നോക്കിയാൽ അതൊക്കെ പറ്റുള്ളൂ. ഇത് ഈ കാണുന്ന ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ അങ്ങനെ മണ്ണ് മാന്തി കുഴിച്ചിട്ടേക്കണ പോലെ. ക്യാമറയിൽ എത്ര കണ്ട് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് പന്നിയുടെ പണിയാണ്, കാട്ടുപന്നികളാണ്. ഇത് ഇവിടെ വന്ന് ഇതൊക്കെ ഇട്ട് മണ്ണിട്ട് മാന്തി കുളിച്ച് പോയിട്ടുള്ളതാണ്. ഇവിടെ നടക്കുമ്പോൾ തന്നെ സൂക്ഷിച്ചിട്ട് നടക്കണം, കാരണം എവിടെയേ പാമ്പുണ്ടാവാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ ഈ പുല്ല് വെട്ടുമ്പോൾ മെഷീൻ്റെ വൈബ്രേഷൻ കാരണം കുറേയൊക്കെ പോവും. ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഇവിടുന്ന് മാറി എവിടെയെങ്കിലും താമസിച്ചുള്ളവർ. ഇതിൻ്റെ അപ്പുറത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോഡ്കാസ്റ്റിംഗ് യൂണിറ്റാണ്. നമുക്കതൊരു ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അതിന് കടന്നു നോക്കാം. സ്ഥലത്തേക്ക് കറക്കാൻ പാടില്ലെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിവിടെ തൊട്ടപ്പുറത്ത് മതിൽ ഇവിടെ ആകെ പൊളിഞ്ഞെടുക്കുക ഒന്നുമില്ല. അവിടുത്തെ ഒന്ന് എന്താ അതിൻ്റെ ഉള്ളിലുള്ള ചുമ്മാ ഒന്ന് കാണാം, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയ.
ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഇവിടെ 1982 ഇതിൻ്റെ ആദ്യത്തെ ഒരു യൂണിറ്റ് വരുന്നത്. പണ്ട് ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ എൻ്റെ കാരണവന്മാർ, എൻ്റെ മുത്തശ്ശനാണ് ഈ സ്ഥലം KC ബോർഡിന് കൊടുത്തിട്ടുള്ളത് ആ കാലത്ത്. അന്നിവിടെ ഇതിൻ്റെ പോഡ്കാസ്റ്റ് യൂണിറ്റാണ്, പോസ്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു. ഒരു 10-18 കൊല്ലത്തോളം ഇവിടെ പ്രൊഡക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2000 ആ സമയത്ത് നിർത്തി. എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണം അത് നിർത്തി. പിന്നെ കുറേ കാലം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആകെ കാടൊക്കെ പിടിച്ച് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു സ്ഥലം. ഇപ്പോൾ അതൊരു ഒരു കൊല്ലം മുന്നേ എല്ലാം രണ്ടാമത് റീ ഓപ്പൺ ചെയ്ത് എല്ലാം വളരെയധികം ക്ലീൻ ചെയ്തു. എന്നിട്ട് രണ്ടാമത് ഇവിടെ വീണ്ടും പുതിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം അടുത്തുണ്ടെന്ന് പറഞ്ഞു കേട്ടു. നിയമപരമായിട്ട് കടക്കാൻ പാടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ കാണുന്ന ഈ മതിൽ അത് ആ കാണുന്നത് എൻ്റെ പറമ്പാണ്. ഈ മതിലെല്ലാം പൊളിഞ്ഞു കിടക്കുക. ഇവരിവിടെ ഇനി വേറെ വലിയ മതിലൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അത് കോൺക്രീറ്റ് വാർത്ത് കഴിഞ്ഞ് കൊണ്ടുവന്നിടുന്ന ടാങ്കാണ്. ഈ വെള്ളത്തിലാണ് കൊണ്ടുവന്നിടുക. ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വർക്ക്. അപ്പോൾ ഇത് ഈ കാണുന്ന ടാങ്കിൽ ഇതാണ് ഇടുക. എനിക്കറിയാം, ഞാൻ പണ്ട് ഇവിടെ ആദ്യ കാലത്ത് ഇവിടെ പണി നടക്കുമ്പോഴൊക്കെ ഞാൻ സ്ഥിരം വരാറുള്ളത്. ഇവിടെ കോൺട്രാക്ടർമാരൊക്കെ ആയിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് അന്നുണ്ടായിരുന്ന ആൾക്കാർ. ഇതിങ്ങനെയാണ് ടാങ്ക് കണ്ടില്ലേ. അതാണ് ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പൊന്തിച്ചു അതാണ് ഈ പോസ്റ്റ് ഉണ്ടാക്കണ യൂണിറ്റ്. അതതിൻ്റെ ക്രെയിൻ. അത് അവിടെ കാണുന്ന KSEB ലിമിറ്റഡ് ഗോളിയത്ത് EOT ക്രെയിൻ പോസ്റ്റ് ഇതിന്ന് എടുത്ത് നേരെ നമ്മളവിടെ കണ്ട വെള്ളത്തിൽ അതിൽ കൊണ്ടുപോയിടും. അങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഭയങ്കര വൻ സെറ്റപ്പാണ്. പ്രൊജക്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യാന്നറിയില്ല. മിക്കവാറും അടുത്ത് തന്നെ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ എന്താ പറയുക, കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാടിന് അതിൻ്റേതായ ചെറിയൊരു വികസനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരാളനക്കം വരും. നല്ല കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വേറൊരു ലൊക്കാലിറ്റി. അത് പിന്നെ അവരുടെ കാണുന്നത് അവരുടെ ഗോഡൗണും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇവിടെ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഇതാണ് ഒരു വലിയൊരു വാട്ടർ ടാങ്കാണ്. ഇത്രയേ ഉള്ളൂ, ഇത്രയും സാധനങ്ങളുള്ളൂ. ഇനി സബ്സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ആ ഭാഗത്താണ് വരുന്നതെന്ന് പറഞ്ഞു. ചെറിയൊരു സബ്സ്റ്റേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ മൊത്തം ഞങ്ങളുടെ നാടൊന്ന് ഡെവലപ്പ് ചെയ്യും. ഇതിൻ്റെ തൊട്ടുള്ള സ്ഥലമാണ് എൻ്റേത്. എൻ്റെ ഒരു പറമ്പ് കിടക്കുന്ന തൊട്ടാണ്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് തന്നെ പോവാം. ഇതിൻ്റെ ഉള്ളിലുള്ളത് കണ്ടില്ല. ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെന്നുള്ളത് ഇവിടെ ഞങ്ങളുടെ നാട്ടുകാർക്ക് അറിയില്ല. അപ്പോൾ ഞാനിതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അറിയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയണ്ട. നല്ല ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ അറിയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി തിരിച്ച് നമ്മുടെ പറമ്പിലേക്ക് പോവാം. അപ്പോൾ ഞാൻ തിരിച്ച് പറമ്പിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്നു. എൻ്റെ പറമ്പിൻ്റെ ഉള്ളിൽ തന്നെ വന്നു. ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങൾ വെട്ടി അവരവിടെ ആ സൈഡിൽ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കണ്ടില്ലേ, ഇതുപോലെ വലിയ വലിയ പ്ലാവുകളുണ്ട്. ഇത് വലിയൊരു പ്ലാവാണ്. പ്ലാവ്, മാവ് ഇതെല്ലാം ഇതൊക്കെ വലിയ മാവാണ്. ഇതൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ പൂക്കുള്ളൂ, കറക്റ്റ് മാങ്ങയൊക്കെ പിടിക്കുള്ളൂ ഇതിനുള്ളിലൊക്കെ. ഇത് കണ്ടില്ല, ഇതിൻ്റെ അടിയിൽ കുറ്റുകൾ കണ്ടില്ല. കുറ്റൊന്നും അങ്ങനെ സാധാരണ ഇപ്പോൾ ഇവിടെ കാണില്ല. ഇത് കണ്ട, പണ്ട് ഇത് ഇതിനുള്ളിൽ പാമ്പുണ്ടാവും എന്നൊക്കെ പറയും. നാഗങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് പറയും. പക്ഷേ ഇതൊന്നുമല്ല. ഇത് ഒരു ഇതിങ്ങനെ പൊത്തി ഉള്ളിലിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മുള്ളമഞ്ഞി എന്തെങ്കിലും ഉണ്ടാവും. മിക്കവാറും ഇത് മുള്ളമഞ്ഞിൻ്റെ പൊത്താവാനേ വഴിയുള്ളത് ഈ കാണുന്നത്. കൈയിട്ട് നോക്കാൻ പറ്റില്ല. കൈയിട്ട് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പുണ്ടെങ്കിൽ നമുക്ക് കടി കിട്ടും. ഇതൊക്കെ അതാണ്. ഇതിങ്ങനെ ഈ പൊന്തി നിൽക്കുന്ന സ്ഥലമല്ലേ, ഇതൊക്കെ ഇതിനടിയിൽ പോയിട്ട് മണ്ണ് പൊന്തിച്ചേക്കുന്നത്. അങ്ങനെയാണ് ഓരോ സൈഡ് ഇങ്ങനെ പൊന്തി കിടക്കുന്നത്. എന്താ ചെയ്യാല്ലേ, ആ ജീവികൾക്ക് അവർക്ക് ജീവിക്കാൻ സ്ഥലം വേണ്ടേ. ഇതാണ് നമ്മുടെ സ്ഥലം. ഇതൊക്കെ ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വെട്ടി വൃത്തിയാക്കി കിടക്കണ പോലെയാണ്. അപ്പോൾ അവിടെ 2 പേരുള്ളൂ ഒന്ന് വെട്ടാൻ. ഇന്നലെ 3 ആൾക്കാരുണ്ടായിരുന്നു, ഇന്ന് 2 പേരുള്ളൂ. ഇത് ഹിന്ദിക്കാരാ.
ബീഹാറിൽ നിന്ന് UP നിന്നൊക്കെയുള്ള ആൾക്കാരാണ്. അവർ ഈ സമയം ഈ ടൈമായി കഴിഞ്ഞാൽ വരും, നാട്ടിൽ വരും. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അപ്പു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനത് എൻ്റെ മൊത്തം അവൻ്റെ സ്ഥിരം പണിക്കാരാണ്. ഈ സമയം വരും, 2-3 മാസം ഒരു നാട്ടിലുണ്ടാവും. അതിന് പുല്ലോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കാശുണ്ടാക്കിയിട്ട് അവരൊരു നാട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഈ ഒരു നവംബർ മുതൽ ജനുവരി അവസാനം വരെ അവന്മാർ നാട്ടിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഇവിടുന്നുള്ള ആൾക്കാർ ഗൾഫിൽ പോയിട്ട് കാശ് സമ്പാദിച്ചു വരുന്ന പോലെ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ കാശ് കൊണ്ട് പോകും. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ സ്ഥലം കിടക്കണമെന്ന് കഴിഞ്ഞാൽ പറയും കൃഷി ചെയ്തുകൂടാന്ന് ചോദിക്കും. കൃഷി ഒന്നും ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര ഒരു വൈകുന്നേരം ഒരു 6 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര പന്നികളാണ് എല്ലാം. ഞാൻ ഒരു തവണ വെച്ചിട്ട് തെങ്ങിൻ തയ്യൊക്കെ വെച്ചിട്ട് താഴെ തെങ്ങിൻ തയ്യൊക്കെ ഒന്ന് മറിച്ചിട്ടു. അതുപോലെ തന്നെ വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ വാഴ മുഴുവൻ മറിച്ചിടും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് തൊട്ട് താഴെ ഉള്ള നെൽകൃഷി മുഴുവൻ വന്ന് നശിപ്പിക്കണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പന്നികളെന്ന് അറിഞ്ഞിട്ട് നിറയെ ഇതിനുള്ളിലൊരു പ്ലാവ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു 10-15 വലിയ പ്ലാവുകളുണ്ടാവും. അതുപോലെ തന്നെ നാടൻ മാവുകൾ എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പണ്ടൊക്കെ കാരണവന്മാർ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാനായിട്ട് കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മരങ്ങൾ. ഞാൻ കുറച്ച് മാവും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെയാണ്, അത് മുഴുവൻ കാട് വരുമ്പോൾ കേടുവന്ന് പോവാണ് പലപ്പോഴും. എന്നാലും കുറേ പിടിച്ചു, ഒരു 10-15 മാവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വളർന്നു ഇങ്ങനെ അതൊക്കെ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള സ്ഥലം കിടക്കുകയാണ്. എനിക്കിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമൊക്കെ തുടങ്ങണമെന്നുണ്ട്, പശുവിനൊക്കെ വെച്ചിട്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരമായിട്ട് നിന്ന് പണിയെടുക്കാനോ കാര്യങ്ങൾക്ക് ഒരാളില്ല. കാരണം എനിക്ക് വേറൊരു ജോലിയുണ്ട്. അപ്പോൾ ആ ജോലി ഇതും കൂടി കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇതിനിവിടെ വന്ന് താമസിച്ച് പല ഫാമിലിക്കായിട്ട് വന്ന് നിൽക്കാൻ പറ്റണ വല്ല നമ്മുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇവിടെ. കാരണം ഒരു തൊഴുത്തുണ്ട് ഇവിടെ, പണ്ട് പശുവിനെ കിട്ടിയിരുന്നു. ഇത് ഓൾറെഡി ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ തൊഴുത്തൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 പശുവിനൊക്കെ വരാലും മാനേജ് ചെയ്യാൻ പറ്റുന്ന തൊഴുത്തുണ്ട് പഴയത്. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, വെള്ളം താഴെ നിന്ന് പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതിവിടെ ഒരു മാവുണ്ട്, ചന്ദ്രക്കാരൻ എന്ന് പറയുന്നത്. ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മാങ്ങയായിരിക്കും, നാടൻ മാങ്ങയെങ്കിൽ. ചന്ദ്രക്കാരൻ എന്നുണ്ട്, ആയിട്ടില്ല, പൂത്തിട്ടില്ല. അത് ഭയങ്കര ടേസ്റ്റാണ്. അത് ഈ കൊല്ലപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ അത് ഉണ്ടാവില്ല, അതിൻ്റെ പിന്നെ തൊല്ല ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ കൊല്ലം അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല. അതുപോലെ അവിടെ ഒരെണ്ണമുണ്ട്, ഇതേപോലെ തന്നെ വലിയൊരു മാവുണ്ട്. ഇത് ചന്ദ്രക്കാരൻ ആണിത്. ഇതെല്ലാം നാടൻ മാവുകളാണ് കേട്ടോ. ഇതൊന്നും പിന്നെ അത്ര തന്നെ മാങ്ങിയൊന്നും ഉണ്ടാവണതല്ല. ഇത് ഈ മാവൊക്കെ ഓൾമോസ്റ്റ് ഉണ്ടാവും, പക്ഷെ അതത്ര വലിയ നമുക്കങ്ങനെ അത്ര ടേസ്റ്റൊന്നും ഉള്ളതല്ല. ഇതങ്ങനെയല്ല. ഈ ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞ മാവ് ഭയങ്കര സ്വാദാണ്. ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഇത്ര ഉണ്ടാവുള്ളൂ, ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് പന്നി വന്ന് കിടക്കുന്ന സ്ഥലങ്ങളത്. പന്നി വന്ന് മാന്തിയിട്ട് ഇവിടെയൊക്കെ ഇത് പന്നിയുടെ കാലിൻ്റെ പാട കാണുന്നു, കുത്തിയിളക്കി പോയിട്ടുള്ളതാണ്. അവിടെ ഒരു പൊത്തുണ്ട്, ആ പൊത്ത് ഇത് മുള്ളൻപന്നിയുടെ പൊത്താണ്. അതാണ് കാണിച്ചില്ല, ക്ലിയർ ആയിട്ട് കിടക്കും. മുള്ളൻപന്നിയാണോ പന്നിയാണോ എന്നറിയില്ല, സംതിങ് ആണത്. ഇതിനുള്ളിൽ ഇപ്പം എന്തുണ്ട് തോന്നുന്നു, കാരണം അത് അതിൽ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകണില്ല. ഇതാണ് ആ പൊത്ത്. ഇതെന്തോ മുള്ളൻപന്നിയാണോ പന്നിയാണോ എന്നറിയില്ല. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം അവർ, ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അവരുടെ വീടിൻ്റെ മുറം ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് അവർ. പുറത്ത് വന്നിട്ട് ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി ഔട്ട്ഡോർ പോയിട്ടിരിക്കില്ലേ, ആ സ്ഥലങ്ങളായിരിക്കും അത്. ഈ പ്രദേശം ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, വീട്ടിൽ തന്നെ വന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടേക്ക് മണ്ണിപ്പോൾ ഒന്ന് ഇടിഞ്ഞിട്ടുള്ളൂ. കാട് കണ്ടില്ലേ, ഇത്രയും കാട് പിടിച്ചിട്ടാണ് കിടക്കണേ. ഇത് എല്ലാ വർഷവും വെട്ടണം. പണ്ടൊക്കെ ആണെങ്കിൽ ഇത്ര കാട് പിടിക്കില്ല. ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തിൽ 2 തവണയെങ്കിലും വെട്ടേണ്ട ഒരവസ്ഥയായി കഴിഞ്ഞു. ഇത് തൃശ്ശൂർ ടൗണിൻ്റെ വളരെ അടുത്താണ് കേട്ടോ. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ പോയി തൃശ്ശൂർ ടൗണായി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുന്ന് 2-3 കിലോമീറ്റർ ഉള്ളൂ. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പോകാനാണെങ്കിൽ തൃശ്ശൂർ ടൗണിലേക്ക് 7 കിലോമീറ്റർ, 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വടക്കുന്നാഥൻ്റെ ശ്രീമൂലസ്ഥാനത്ത് എത്തുകൊണ്ടിരുന്നു. പ്രകൃതി രമണീയ സ്ഥലമാണ് ഇത്. ഇനിയിപ്പോൾ വല്ല റിസോർട്ട് പോലെയൊക്കെ ആക്കേണ്ടി വരും. ഇവിടെ വല്ല ചെറിയ ഹട്ടുകളൊക്കെ പണിത് അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ കാലക്രമേണ ചെയ്യേണ്ടി വരും തോന്നുന്നു. ഇത് കൊണ്ടു നടക്കണമെന്ന് ആർക്കെങ്കിലും ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ
എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം, എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. കാരണം ഇത് വെട്ടിക്കളയൊന്നും പറ്റില്ല. ഇത് വേറെ കൃഷിയായിട്ടുള്ള പരിപാടി ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ഇതിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഐഡിയ, ഈ മരങ്ങളോ കാര്യങ്ങളൊന്നും വെട്ടിക്കളയാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഐഡിയ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഇതിൻ്റെ അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യും. ചുമ്മാ വെറുതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് പറ്റാവുന്ന പോലെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കാരണം ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ. ഇതിങ്ങനെ സംരക്ഷിച്ച് കൊണ്ടു നടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സംരക്ഷിത വനമേഖല പോലെ ഞാൻ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. അല്ലെങ്കിൽ ഇനി ഇവിടെ വന്ന ആരെങ്കിലും വല്ല ചെറിയൊരു ഫാം പോലെ എന്തെങ്കിലുമൊക്കെ നടത്താൻ താമസിച്ചിട്ട് നിന്ന് പണിയെടുക്കാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ തയ്യാറുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് ഞാനായിട്ട് സംസാരിക്കാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം, അങ്ങനെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ വീഡിയോ പറ്റുന്ന പോലെയൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.